ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോ, നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ എന്ന ഒരു രാജ്യത്തെക്കുറിച്ച്. ഇന്ന് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം അതുപോലെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. സോവിയറ്റ് യൂണിയൻ 1991 തകർന്നു. 13 റിപ്പബ്ലിക്കുകളായി അത് ചിതറി. ഇപ്പോൾ സോവിയറ്റിന്റെ സ്ഥാനത്ത് ഒരു പക്ഷേ റഷ്യൻ എന്ന രാജ്യം ഉണ്ടെങ്കിലും ആ റഷ്യയുടെ പ്രാധാന്യം മാത്രം കൊണ്ട് സോവിയറ്റും ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകരാനുള്ള ആ കാരണത്തിലേക്ക് നാം കടക്കുന്നത്. അത് നമ്മൾ മുൻ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞതാണ്. അതായത് വാട്സാപ്പിൽ ലഭ്യമാണ്. അത് വാട്സാപ്പിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വാട്സാപ്പിൽ യൂട്യൂബിലേക്ക് ഞാൻ സമീപഭാവിയിൽ തന്നെ ആ വാട്സാപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ലിങ്ക് തരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സോവിയറ്റ് യൂണിയൻ തകർച്ചയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ പറയുന്നില്ലേ ഇതെന്ന് പറയുക നാഴികക്കല്ലുകൾ. സോവിയറ്റിന്റെ തകർച്ച ഏതാണ്ട് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. 1985 മുതൽ 91 വരെ 6 വർഷം നീണ്ടു നിന്ന ചില സംഭവങ്ങളിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം തകർന്ന് തരിപ്പണമാവുന്നത്, ഇല്ലാതാകുന്നത്, പിരിച്ചുവിടപ്പെടുന്നത്. തന്നെയാണ് നമ്മൾ ചരിത്രത്തിൽ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. സോവിയറ്റ് യൂണിയന്റെ അതായത് സോവിയറ്റ് യൂണിയന്റെ ആ ഒരു ഡിസിന്റഗ്രേഷൻ, ചിതറിയുന്ന ആ ഒരു രീതി എന്ന് നമ്മൾ അർത്ഥമാക്കും. അപ്പൊ ഇവിടെ ഏതെല്ലാം സംഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ചർച്ച ചെയ്ത് ഏതെല്ലാം സംഭവങ്ങളിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതെന്നുള്ളതാണ്, ഇല്ലാതായതെന്നുള്ളതാണ്. അതാണ്. അപ്പൊ അതാണ് നാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏവരോടും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്കോ ഡിസ്ലൈക്കോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏവരുടെയും അനുഗ്രഹത്തോടു കൂടിയും അനുഭവത്തോടു കൂടിയും നിങ്ങളുടെ പോസിറ്റീവായ ഒരു എന്താ പറയുക റെസ്പോൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുക. ഇന്ന് നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം. ഇവിടെ നമ്മുടെ ഈ കുറെ സംഭവങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തുടക്കം 1985 സോവിയറ്റിയുടെ തകർച്ച ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സോവിയറ്റിയുടെ തകർച്ചയുടെ 85 മുതൽ 91 വരെയാണ്. അപ്പൊ മിഖായിൽ ഗോർബച്ചോവ് ആണ് സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. അദ്ദേഹം 1985 സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി. അന്ന് മുതൽ തുടങ്ങിയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരണം വിശകലനം ചെയ്യുമ്പോൾ, കാരണം പഠിക്കുന്ന കുട്ടികൾക്കറിയാം, സോവിയറ്റ് യൂണിയൻ തകരാൻ ഒരു കാരണം മിഖായിൽ ഗോർബച്ചോവിന്റെ ചില പരിഷ്കാരങ്ങളായിരുന്നു. ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഭാവിയിൽ അത് ചെയ്യാവുന്നതാണ്, അത് ലിങ്ക് തരാവുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഗോർബച്ചോവ് അധികാരത്തിൽ വന്നതോടുകൂടി സോവിയറ്റ് യൂണിയന്റെ തകർച്ച ആരംഭിച്ചു എന്നാണ് കരുതുന്നത്. ഇവിടെ നോക്കിക്കോളൂ, സോവിയറ്റ് യൂണിയൻ അസ്യൂംസ് ആസ് ദ പ്രസിഡന്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ 1985. അതായത് ഗോർബച്ചോവ് അസ്യൂംസ് ദ പ്രസിഡന്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ. ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായ അന്ന് മുതൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ആദ്യ നാഴികക്കല്ല് പിന്നിട്ടു. 2, ഫ്രീഡം മൂവ്മെന്റ് 1988. അപ്പം കാരണം ഈ ഗോർബച്ചോവ് അധികാരത്തിൽ വന്നതോടെ തന്നെ വ്യവസ്ഥാപിതമായി സോവിയറ്റ് യൂണിയൻ പിന്തുടർന്ന ചില ഹാർഡ് ലൈൻ പോളിസികൾക്ക് മാറ്റം വരുത്തി. പൊളിറ്റിക്കൽ ലിബറലൈസേഷനിലേക്ക് രാജ്യം പോവുകയാണ്. അദ്ദേഹം ഗ്ലാസ്നോസിലൂടെയും പെരിസ്ട്രോയിക്കയിലൂടെയും രാജ്യത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഫ്രീഡം മൂവ്മെന്റ് ആദ്യത്തെ വെടി പൊട്ടിച്ചത് ആരാ? ലിത്വേനിയ എന്ന റിപ്പബ്ലിക്കാണ്. ലിത്വേനിയ എന്ന റിപ്പബ്ലിക് 1988 അവിടെ സോവിയറ്റ് യൂണിയൻ ഞങ്ങൾ പിൻവാങ്ങുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്വന്തമായ ഒരു രാജ്യം വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുകയാണ് ലിത്വേനിയയിൽ. ഇതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത് 85
88. പിന്നെ അടുത്ത് വരുന്നത് തൊട്ടടുത്ത വർഷം തന്നെ 1989. 1989 എന്ത് സംഭവിച്ചു? വാട്സാപ്പ് ആക്ട്. വാട്സാപ്പ് ആക്ട് ഒക്കെ നമുക്കറിയാം. വാട്സാപ്പ് ആക്ട് എന്തായിരുന്നു? നാറ്റോ, സിയാറ്റോ, സെന്റോ തുടങ്ങിയ അമേരിക്കൻ സൈനിക കരാറുകൾക്ക് ബദലായി ശീതസമരകാലത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത ഒരു സൈനിക കരാറായിരുന്നു വാട്സാപ്പ് ആക്ട്. അപ്പൊ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ അതിന് വാട്സാപ്പ് ആക്ടിൽ, അതായത് 89 വാട്സാപ്പ് ആക്ട് രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയൻ നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ വാട്സാപ്പ് ആക്ടിൽ തുടരണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവാങ്ങാം. അതിന് ഉപോത്ബലകമായ അന്താരാഷ്ട്ര തലത്തിൽ സംഭവങ്ങൾ അമേരിക്ക ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം. കാരണം അമേരിക്കയുടെ കണ്ണിന് കരട് തന്നെയായിരുന്നു വാട്സാപ്പ് ആക്ട്. കാരണം നാറ്റോയും സിയാറ്റോയും സെന്റനെയും ഒക്കെ വളരണമെങ്കിൽ സ്വാഭാവികമായും വാട്സാപ്പ് ആക്ട് ഇല്ലാതാകണം. അതിനുവേണ്ടി അമേരിക്ക പല ചരടുകൾ വലിച്ചിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് സോവിയറ്റ് യൂണിയന് വാട്സാപ്പ് ആക്ട് രാജ്യങ്ങളുടെ മേലെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നോക്കി. പടിപടിയെ സോവിയറ്റ് യൂണിയൻ എന്ന ഒരു സംവിധാനം തകർച്ചയിലാണ്. അതാണ് നമ്മൾ നാഴികക്കല്ലെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ വാട്സാപ്പ് ആക്ട് നേഷൻസ് ഗെറ്റ് ഫ്രീഡം ടു വിഡ്രോ ഫ്രം ദ ട്രീറ്റി. ആ കരാറിൽ നിന്നും പിൻവാങ്ങാൻ വാട്സാപ്പ് ആക്ട് രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയനിൽ പോകാം, നിർബന്ധമില്ല എന്ന് നിലപാടെടുത്തു. തൊട്ടടുത്ത വർഷം 1990 മൾട്ടി പാർട്ടി ഡെമോക്രസി ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഓവർലുക്കിംഗ് ദ മോണോപ്പൊളി ഓഫ് ദ CPSU. ഈ CPSU എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എല്ലാവരും നോട്ട് ചെയ്തോണേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനാണ്. കാര്യം നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ നിലവിലുള്ള കാലത്ത്, അല്ലെങ്കിൽ എന്നാണോ നിലവിൽ വന്നത് അന്ന് മുതൽ അവിടെ ഒരു ഏക കക്ഷി സംവിധാനമായിരുന്നല്ലോ. ഒറ്റ പക്ഷിയേ ഉള്ളൂ. അതായത് ആരുടെ കാലത്ത്? സ്റ്റാലിന്റെ കാലത്തായാലും ക്രുഷ്ചേവിന്റെ കാലത്തായാലും ലെനിൻ, സ്റ്റാലിൻ, ക്രുഷ്ചേവ്, ബ്രഷ്നേവ്, ഗോർബച്ചോവ്, ഇങ്ങനെയുള്ള ഈ എല്ലാ പ്രസിഡന്റുമാരുടെ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ, ഇന്നിപ്പോ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയായിരുന്നു, ഏതാണ്ട് അതുപോലെ ഒരു ഏകകക്ഷി സംവിധാനമായിരുന്നു സോവിയറ്റ് ഉണ്ടായിരുന്നത്. ആ അത് ഏകകക്ഷി സംവിധാനത്തിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേക ഒരു രീതി അനുസരിച്ച്, അവരുടെ ഡെമോക്രാറ്റിക് കേന്ദ്രീകൃത ജനാധിപത്യ മൂല്യങ്ങൾ അനുസരിച്ച് അവർക്ക് ലിബറലൈസേഷനെ കൂടുതൽ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയില്ല. ലിബറലൈസേഷൻ പോളിസീസിന് അതിൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉള്ളത് അവർക്ക് തന്നെ ബോധ്യമായി. അപ്പോൾ അതുകൊണ്ട് ആ ലിബറലൈസേഷനെ എതിർക്കുന്ന സംവിധാനത്തെ, അതായത് CPSU കമ്മ്യൂണിസ്റ്റ്, അത് ഒറ്റ പാർട്ടിയുള്ളൂ, വേറെ ഒരു പാർട്ടി അവിടെ ഇല്ല, ഒറ്റ പാർട്ടിയുള്ളൂ. അപ്പൊ അത് യഥാർത്ഥ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുന്ന രീതിയാണ് നമുക്ക് അവർക്കും അറിയാം. കാര്യം ഇലക്ഷനിൽ ഒരു പാർട്ടി മാത്രം മത്സരിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാറുണ്ടല്ലോ, ഒരു പാർട്ടിയിലാണോ നമ്മൾ മൾട്ടി എത്രത്തോളം ജനങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊടുക്കുന്നുവോ, രാഷ്ട്രീയ സംഘടന രൂപീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുവോ, അവിടെ ലിബറലൈസേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ആ ലിബറലൈസേഷന് ലെവലേഷൻ പോലും ഇല്ല എപ്പോ? CPSUവിന്റെ കാലത്ത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയനെ സ്വാഭാവികമായും തകരുമ്പോൾ, ഇല്ലാതാകുമ്പോൾ അവിടെ വന്നത് അതിന്റെ സ്ഥാനത്ത് മൾട്ടി പാർട്ടി ഡെമോക്രസി, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് മൾട്ടി പാർട്ടി ഡെമോക്രസി. കാരണം ജനങ്ങൾക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കാം, അവരതനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു സംവിധാനം. അപ്പം മൾട്ടി പാർട്ടി ഡെമോക്രസി എപ്പോഴാണ്? 90 സോവിയറ്റ് യൂണിയൻ നിലവിൽ വരികയാണ്. തുടർന്ന് 91 തൊട്ടടുത്ത സംഭവം. ബോറിസ് എൽസിൻ, വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സോവിയറ്റ് യൂണിയൻ തകർച്ചയിലെ ഏറ്റവും ശക്തനായ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഗോർബച്ചോവിന്റെ പ്രബലനായ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. അദ്ദേഹം അന്നൊക്കെ പാർലമെന്റിൽ ഗോർബച്ചോവിനെ കൊണ്ട് സ്വന്തമായിട്ട് റഷ്യ പ്രസിഡന്റായി മാറിക്കൊണ്ട് റഷ്യ മുൻകൈ എടുത്ത് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്ന ആ ഒരു സംവിധാനമൊക്കെ അന്ന് ചരിത്രത്തിന്റെ ഭാഗമായി കിടക്കുകയാണ്. അപ്പൊ ബോറിസ് എൽസിൻ റഷ്യയുടെ, അതായത് ഈ ഇന്നിപ്പം സോവിയറ്റ് യൂണിയൻ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫെഡറേഷൻ ആണ്, അതായത് കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ്, CIS. ആ കോമൺവെൽത്ത് ഏറ്റവും വലിയ ഫെഡറേഷനിലെ, കോമൺവെൽത്ത് ഫെഡറേഷനിലെ CIS, ഇൻഡിപെൻഡന്റ് ഫെഡറേഷനിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ആ റഷ്യയാണ് സോവിയറ്റ് യൂണിയന്റെ നിയമപരമായ UNOയിലെ പിൻഗാമിയും. ആ റഷ്യയില് നമ്മുടെ ബോറിസ് എൽസിന് അധികാരമേൽക്കുന്നു പ്രസിഡന്റായിട്ട്. ഇത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലെ ഏറ്റവും ശക്തമായ ഒരു നീക്കമായിരുന്നു. അതോടുകൂടി ഏതാണ്ട് തീരുമാനമായി സോവിയറ്റ് യൂണിയന്റെ കാര്യം.
പിന്നീട് അതേ വർഷം തന്നെ 3 പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കുകൾ, ഈ 13 റിപ്പബ്ലിക്കുകൾ, എസ്റ്റോണിയ, ലിത്വേനിയ, ബാൾട്ടിക് റിപ്പബ്ലിക്സ്, ഈ 3 ശക്തമായ റിപ്പബ്ലിക്കുകൾ ലിബറേറ്റ് ഫ്രം സോവിയറ്റ് യൂണിയൻ, അവരും സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപിരിഞ്ഞു. ഇങ്ങനെ പടിപടിയായ ഓരോ സംഭവങ്ങളിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാവുന്നത്. തുടർന്നോ 1991 ആയപ്പോഴേക്കും ഗോർബച്ചോവ് തന്റെ പിന്നെ കാര്യമില്ല എന്ന് പറഞ്ഞ് ഗോർബച്ചോവും രംഗമൊഴിയുന്ന കാഴ്ചയാണ്. ഗോർബച്ചോവ് എന്ത് ചെയ്യുന്നു? റിസൈൻസ് ആസ് ദ പ്രസിഡന്റ് ഓഫ് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി 85-ൽ അധികാരത്തിൽ വന്ന ഗോർബച്ചോവ് ഏതാണ്ട് 6 വർഷക്കാലം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയി. 91 ആയപ്പോഴേക്കും ഒരു കാരണവശാലും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം ഉടൻ തന്നെ അത് ഒഴിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോ ഇതിൽ നിന്നും ഒക്കെ നമ്മൾ വ്യക്തമാക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ തകർന്ന ഈ ഒരു രീതി, സോവിയറ്റ് യൂണിയന്റെ ഈ ഒരു പ്രധാനപ്പെട്ട തകർച്ച ലോക രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് നാം ഇന്ന് ഇവിടെ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സോവിയറ്റിന്റെ തകർച്ച ഒരു പ്രത്യേക പെട്ടെന്നൊരു യുദ്ധത്തിൽ തകർന്ന, ഒരു ബോംബിട്ട് തകർന്നതായിരുന്നില്ല. അത് പടിപടിയായ ചില സംഭവം. ഇനി നമ്മുടെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവില് നിങ്ങൾക്ക് ഈ ഇയേഴ്സ് ഒക്കെ പ്രധാനങ്ങളാണ്. കാരണം പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഈ വർഷങ്ങൾ ചിലപ്പോൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർക്കണം. 85 എന്ന് പറയുമ്പോൾ ഗോർബച്ചോവിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. 88-ൽ ലിത്വേനിയൻ ഫ്രീഡം മൂവ്മെന്റ് ആരംഭിക്കുന്നു. 89-ലാണ് വാർസാ പാക്ട് നേഷൻസ് അവരുടെ വാർസാ പാക്ട്, സോവിയറ്റ് യൂണിയൻ വാർസാ പാക്ട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. വേണമെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ നിലനിൽക്കാം എന്നുള്ള രീതിയിൽ. 90-ൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏകകക്ഷി മേധാവിത്വത്തിന്റെ കുത്തക, CPSUവിന്റെ ഏകകക്ഷി കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? മൾട്ടി പാർട്ടി ഡെമോക്രസിക്ക് വഴി തുറക്കുന്നു. പോലെ 91-ൽ അടുത്ത പ്രധാനപ്പെട്ട സംഭവമായിട്ട് ബോറിസ് യെൽസിൻ അധികാരത്തിലേക്കുകയാണ്. അതും സംഭവിച്ചു. തുടർന്ന് എസ്റ്റോണിയ, ലിത്വേനിയ, അത് 91 തന്നെ ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും സോവിയറ്റ് യൂണിയൻ വൻ തിരിച്ചടി നേടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മിഖായിൽ ഗോർബച്ചോവ് സ്വന്തം സ്ഥാനം ഒഴിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇന്ന് കാണുന്ന രീതിയിലുള്ള 13 റിപ്പബ്ലിക്കുകളായിട്ട് മാറി. അതിൽ റഷ്യക്ക് സ്വാഭാവികമായിട്ടും സോവിയറ്റ് യൂണിയന്റെ UNOയുടെ പിൻഗാമിയും അത് ഏറ്റവും വലിയ റിപ്പബ്ലിക് എന്ന രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഐക്യരാഷ്ട്രസഭയിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന എല്ലാ പദവിയും വോട്ടിംഗ് റൈറ്റും ആ ഒരു പെർമനന്റ് സീറ്റും ഒക്കെ റഷ്യക്കാണുള്ളത്. അതൊക്കെ നമ്മൾ ഈ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. പക്ഷെ ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ എന്ന ആ ഒരു ആശയം അവസാനിക്കുകയാണ്. ഇന്ന് സോവിയറ്റ് ചരിത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പൊ സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമുക്കൊരു ഇതിപ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് തകർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ എന്നൊരു ക്വസ്റ്റ്യൻ ഇതുവരെ പരീക്ഷ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ കാണുന്ന ഈ പോയിന്റുകൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അത് ചിലപ്പോൾ ഇയേഴ്സ് ഒക്കെ പ്രധാനമാണ്. മാച്ച് ദ ഫോളോയിങ്ങിലോ ഫിൽ ദ ബ്ലാങ്ക്സിലോ ഒക്കെ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ സോവിയറ്റ് യൂണിയന്റെ ഈ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ നാളെയോ മറ്റന്നാളോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.